ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഡീകാർബണൈസിംഗ് ഗാരേജ്. ഇത് വരുന്നത് നമ്മുടെ ആലുവയിൽ നിന്ന് നമ്മൾ പറവൂർ കവല വഴി UC കോളേജ് വഴി നോർത്ത് പറവൂരിലേക്ക് പോകുമ്പോൾ മാളികപ്പീടിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പിലാണ് ഡീകാർബണൈസിംഗ് ഗാരേജ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് വഴിയായിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഒക്കെ പറഞ്ഞിരുന്നത്. ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പിക്കപ്പ് കിട്ടും, മൈലേജ് കൂടും, അതുപോലെ തന്നെ എഞ്ചിൻ്റെ ലൈഫ് കൂടും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞു തന്നിരിക്കുന്നത്. പെട്രോൾ കാറൊക്കെ ആണെങ്കിൽ ഒരു 40,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഡീകാർബണൈസിങ് ചെയ്യണം. അതുപോലെ ഡീസൽ കാർ ആണെങ്കിൽ ഒരു 20,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീകാർബണൈസിങ് ചെയ്യണം. കാരണം വണ്ടി ഓടി അതിൻ്റെ അകത്ത് കാർബൺ അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ ഈ കാർബൺ അടിഞ്ഞുകൂടി നമ്മൾ വണ്ടി വീണ്ടും വീണ്ടും ഓടിക്കുകയാണെങ്കിൽ എഞ്ചിൻ കംപ്ലൈന്റ് ആകുകയും എഞ്ചിൻ അഴിച്ചു പണിയേണ്ട സ്ഥിതിയൊക്കെ വരും. അതേസമയം ഇത്തരത്തിലുള്ള ഡീകാർബണൈസിംഗ് ഗാരേജിലൊക്കെ വരികയാണെങ്കിൽ വണ്ടി എഞ്ചിൻ അഴിക്കാതെ തന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ ആദ്യം വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുന്നു. അതിനുശേഷം നേരത്തെ കണ്ട ആ ഒരു സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നു. അങ്ങനെ വണ്ടിക്ക് എന്തെല്ലാം ഡിഫക്റ്റുകൾ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇനി വണ്ടിക്ക് നല്ല പ്രശ്നങ്ങളുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ വണ്ടി നമ്മളെ വർക്ക്ഷോപ്പിലേക്ക് പറഞ്ഞയക്കും. അതിന് നമുക്ക് ആകപ്പാടെ സ്കാനിങ് ചാർജായ 800 രൂപ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അതേസമയം നമ്മുടെ വണ്ടി കാർബണൈസിങ് ചെയ്യാനായിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തരത്തിലുള്ള ഡീകാർബണൈസിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നോർമൽ ഡീകാർബണൈസിങ്ങും, 2 പ്രീമിയം ഡീകാർബണൈസിങ്. നോർമൽ ഡീകാർബണൈസിങ്ങിന് അവരെ ഹെഡ് മാത്രമാണ്, ഹെഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കാർബണും കരിയൊക്കെ മാത്രമാണ് കളയുള്ളൂ. അതിന് 2000 രൂപയാണ് അവർ ഈടാക്കുന്നത്. അതേസമയം പ്രീമിയം ഡീകാർബണൈസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലീനിങ് ആണ്. അവിടെ നമുക്ക് ഹെഡ് മാത്രമല്ല, ഫ്യൂവൽ, ഇഞ്ചക്ഷൻ, ആ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ, ആ ഒരു കാർബണൊക്കെ അവർ ക്ലിയർ ആക്കി നല്ല സ്മൂത്ത് ആക്കിയിട്ട് നമുക്ക് തരും. ഇതിൽ പ്രകാരം നമ്മുടെ വണ്ടിക്ക് പിക്കപ്പ് കൂടും, മൈലേജ് കൂടും, അതോടൊപ്പം വണ്ടി നല്ല സ്മൂത്ത് ആവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്നെ മുകേഷ് എന്ന് പറഞ്ഞൊരു സ്റ്റാഫാണ് അവിടെ അസിസ്റ്റ് ചെയ്തത്. പുള്ളി വളരെ ക്ലിയർ ആയിട്ട് വണ്ടിയുടെ എഞ്ചിനൊക്കെ ലൈറ്റൊക്കെ അടിച്ച് നോക്കി, ഓയിൽ ചെക്ക് ചെയ്ത് നോക്കി, വെള്ളം ചെക്ക് ചെയ്ത് നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങളും കഴിഞ്ഞു. അതിനുശേഷം ആ ഫിൽറ്റർ പുള്ളി അഴിച്ചെടുത്തേക്കാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് നമുക്ക് നോർമൽ ചെയ്യാം അല്ലെങ്കിൽ പ്രീമിയം ചെയ്യാം. അപ്പോൾ ഞാൻ പ്രീമിയം എടുത്തേക്കാണ്. പ്രീമിയത്തിന്റെ ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ആ ഒരു പൈപ്പ് അവർ എഞ്ചിന്റെ ഉള്ളിലേക്ക് കടത്തി വിടുകയാണ്. ഇനി ഏകദേശം നോർമൽ ചെയ്യണതിന് 30 മിനിറ്റ് ആണ്. അതേസമയം പ്രീമിയം ചെയ്യുമ്പോൾ 40 മിനിറ്റ് വണ്ടി ഇങ്ങനെ ഓണാക്കി ഇട്ടിട്ടാണ് അവർ ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ശരിക്കും നമ്മൾ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ പോലെ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അതുപോലെ തന്നെ വണ്ടി നമ്മളെ സേഫ് ആയിട്ട് നമ്മളെ കൊണ്ടുനടക്കുന്നതാണ് വണ്ടി. അപ്പോൾ വണ്ടി എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, വണ്ടി നല്ല പിക്കപ്പ് ആയിട്ടിരിക്കണം, വണ്ടി നല്ല ഉഷാറായിട്ടിരിക്കണം. അതുകൊണ്ട് വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും തയ്യാറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീകാർബണൈസിങ് ഒന്നിടവിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡീകാർബണൈസിംഗ് ഗാരേജ് ആണ്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് തന്നെ ചെയ്തു തരും. അതുപോലെ ഇവരുടെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്.